നമ്മൾ കോഴിക്കോട് വൃത്തിയാക്കണുണ്ട്. ഒരു സബ്സ്ക്രൈബർ കമൻ്റ് ഇട്ട് വെളിയും കൂടെ വൃത്തിയാക്കാൻ. അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇവിടെയാണ് വൃത്തിയാക്കണത്. ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ തലയിട്ട് നോക്കൊടിയാണ്. അതുകൊണ്ട് ഇവിടെ മറ്റേ വെളിയിലിട്ടിരുന്ന തടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മഴ നനഞ്ഞില്ലാതാവുമെന്ന് പറഞ്ഞ് ആ കോഴിക്കാര അത്രയും നണ്ട് ഈ ചാക്കിലാണ് നിറച്ച് വെച്ചാണ്. അതെല്ലാം ഒതുക്കാൻ വെച്ചേക്കണം. അതുകൊണ്ട് കോഴികൾ ഇവിടെ അത്രയും വൃത്തിയാക്കണം. ആദ്യം തുറപ്പുകൊണ്ട് തൂക്കണം. ഇലയെല്ലാം നീക്കിയിട്ട് വേണം വൃത്തിയാക്കാൻ. അപ്പം നമ്മൾ ചൂലെടുക്കാൻ പോവാണ്. നിങ്ങളവിടെ ചൂലെന്നായിരിക്കും പറയണം, നമ്മളവിടെ തുറപ്പയെന്നാണ് പറയണത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തുറപ്പയെന്ന് പറഞ്ഞത്. ഇനി ഇവിടെ അത്രയും തൂക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നാളെ ഇത് മാറ്റണം. എന്നാലും അവിടെയൊക്കെ തൂങ്ങാൻ പോലും ഇതിൻ്റെ പുറത്തോട്ട് ഉണങ്ങി കിടക്കണ മണ്ണായതുകൊണ്ട് പൊടി കുറേ വരണുണ്ട്. ഫ്രണ്ട്സ്, എല്ലാം തൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇതുവരെ തൂത്തോളൂ. ബാക്കി ഇവിടുത്തെ കാടെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം. ഇവിടുത്തെ അകത്ത് കരിയിലേ കിടപ്പുണ്ട്, അതൊക്കെ തൂത്ത് വെളിയിറക്കണം. ആ മരമൊക്കെ എടുത്ത് മാറ്റണം. ഇതൊക്കെ എടുത്ത് മാറ്റണം. മൊത്തത്തിൽ കരിയിലാണ്. ഇതെല്ലാം വൃത്തിയാക്കണമെങ്കിൽ ആ മൺവെട്ടി എടുത്ത് വൃത്തിയാക്കാക്കോളൂ. എൻ്റെ അനിയൻ ചെയ്തു തുടങ്ങി. മൺവെട്ടി എടുത്ത് കോഴിക്കുഞ്ഞുങ്ങൾ തീറ്റ തന്നെയാണ്. 2 സ്ഥലത്തുമുണ്ട്. ആ വെള്ള സാധനം വെള്ളം വെച്ച് കൊടുക്കണതാണ്. നമുക്ക് നേരെ ഇത് വൃത്തിയാക്കാൻ പോവാം. ഞാൻ വെട്ടുകത്തി എടുത്തിട്ടുണ്ട്. നമ്മാട്ടി വെച്ച് ഭയങ്കര പാട്. ഇവിടെ കുറേ വള്ളിയൊക്കെ ഉണ്ട്. അതൊക്കെ വെട്ടണമെങ്കിൽ വെട്ടുകത്തി തന്നെ വേണം. അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, വെട്ടിക്കൊടുന്നപ്പോൾ ഇവിടെ നീറിളവി വെട്ടയാണ്. പിന്നും നീറുമല്ലോ എൻ്റെ പുറത്ത് വീഴുമെന്തോ. വെട്ടിയിട്ടുണ്ട്. ഇനി അപ്പുറ സൈഡ് പോകണം. കോഴി പോണ്ട് ഇവിടെ. ഇവിടെ ഒരു മുള്ളി ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇനി ഇത് വൃത്തിയാക്കിയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, സന്ധ്യാവാറായി. അതുകൊണ്ട് ബാക്കി പണി നാളെയാണ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇവിടെ അത്രയും കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ്ട് അവിടെയൊക്കെ വൃത്തിയായി. എന്താണ്ടാ, ഇത് മുള്ളിക്ക ചെടിയാണ്. ആണ്ടെ മുള്ളിക്ക ഇപ്പോൾ ഉണ്ട്. ഇവിടെ കാട് പിടിച്ച് നിന്നതാണ്. അതെല്ലാം വെട്ടി ഇവിടെ അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി പണി നാളെയാണ്. നാളെ കാണാം ഇനി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഡേ 2 ആണ്. നമുക്ക് ബാക്കി പണിയിലേക്ക് കിടക്കാം.
അപ്പോൾ ഫ്രണ്ട്സ് നാണ്ടേ ഇത്രയും ഇന്നലെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. തെങ്ങിൻ്റെ മൂട്ടിലൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലപോലെ വൃത്തിയാക്കണം. ഇനി ഇതാ അതൊക്കെ എടുത്ത് മാറ്റണം. ഫ്രണ്ട്സ് അവിടെ കിടക്കുന്ന ചുള്ളി എത്ര ഒടിക്കണം. അപ്പോൾ ഫ്രണ്ട്സ് പണിയെല്ലാം തീർന്നിട്ടുണ്ട്. വേസ്റ്റെല്ലാം നാണ്ട് ഈ തെങ്ങിൻ്റെ മൂട്ടിലും അപ്പുറത്തെ തെങ്ങിൻ്റെ മൂട്ടിലൊക്കെയാണ് ഞാൻ ഒതുക്കി വെച്ചേക്കണ. ഇവിടെ ഇത് ചെയ്യാതെ ഇവിടെ അത്ര കുപ്പിച്ചില്ലാണ്. നാണ്ടേ കുപ്പി ഇപ്പോൾ ചില്ലാണ് ചിര. നാണ്ടേ ഇതൊക്കെ ചില്ലാണ്, അതുകൊണ്ട് അവിടെ ചെയ്യാൻ നിന്നില്ല. ഇവിടെ കുറച്ച് അടപ്പുണ്ട്, അതൊക്കെ ഭയങ്കര പണിയായതുകൊണ്ട് ഞാൻ ചെയ്തില്ല. കുറേ കഷ്ടപ്പെട്ടിങ്ങ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ അത്രയും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. നല്ല പണിയെടുത്ത് ബാക്കി ചവറ അത്ര ഇതുകൊണ്ട് അവിടെ കത്തിക്കുകയാണ്. അങ്ങോട്ട് ഇതൊന്നും വെട്ടിക്കളയാത്തത് ഇത് കഴിഞ്ഞിട്ട് നമ്മളെ പെരടമല്ല, ഈ കുറ്റി കഴിഞ്ഞിട്ട് നമ്മളെ പെരടല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെയ്യാത്തത്. ഇതുവരെ ഉള്ളു നമ്മളെ പെരട. ഈ വേര കഴിഞ്ഞാൽ മറ്റൊരു പെരടവും. ഫ്രണ്ട്സ് നല്ലപോലെ വിയർക്കുന്നുണ്ട്. കുറേ പണി ചെയ്ത് 2 ദിവസം കൊണ്ടാണ് തീർത്തത്. ഭയങ്കര പാടായിരുന്നു. ഒരു സബ്സ്ക്രൈബർ ചോദിച്ചു കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുന്നുണ്ടോയെന്ന്. അത് വിൽക്കുന്നില്ല, വളർത്തണേ ഉള്ളൂ. ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ് ഇവിടെ അത്രയും വൃത്തിയാക്കാൻ. അത് കാരണമാണ് ഇവിടെ അത്രയും വൃത്തിയാക്കിയത്. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.